ആൻ്റണിയുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദീസ് ആർ ദി ഹാർഡ് കോപ്പീസ്. അയാളുടെ ക്യാരക്ടർ ഒരു പിടികിട്ടാത്തതായിരുന്നു. ഏത് സമയം ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ നടന്നുകൊണ്ടായിരിക്കും. പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ആന്റണി ആയാലും അർജുൻ ആയാലും. പാർക്കിലും ബീച്ചിലും കോഫി ഹൗസിലും ആൻഡ്രിക്കൊപ്പം കറങ്ങി നടക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അത് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി. Shut up! Who the hell do you think you are? എന്നെ പോലും അതിശയിപ്പിച്ച വേഗത്തില് 1-2 കേസ് ഫയലുകൾ ക്ലോസ് ചെയ്തപ്പോ ഹോക്സൈഡ് ബാക്ക് ബോർഡ് ആണെന്ന് തോന്നി തനിക്ക്? അതോ എന്റെ നിരീക്ഷകപ്പുറം പോകാനുള്ള കഴിവുണ്ടെന്നോ? I'm sorry, ma'am. എനിക്കിവിടെ റോമിയോട് ആവശ്യമില്ല. തന്റെ സേവനം ഇനി ഹോക്സയ്ക്ക് വേണ്ട. ഓൺലി ബിക്കോസ് ഓഫ് മൈ ഇൻട്രസ്റ്റ് ഒരവസരം കൂടി ഞാൻ തരാം. ആൻഡ്രിയയുടെ കേസ് അർജുൻ അന്വേഷിക്കില്ല. ആൻഡ്രിയ ഇനി കാണാനും പാടില്ല. ചരക്കാണ് പോകാൻ പറയണോ? ഈ പ്രേമിക്കണോ എന്നുള്ള ഓളാ തീരുമാനിക്കല്. ഇത് അസൂയ. ഓക്കെന്നെ പ്രേമിക്കാൻ കിട്ടാത്തതിന്റെ അസൂയ. ഓക്ക് അങ്ങനെ ഒരാളെ പ്രേമിക്കണം നിർബന്ധം എന്നെ പ്രേമിക്കാൻ പറയും. അനക്ക് വേണ്ടി ഞാൻ അതിനും തയ്യാറാ. കമ്പനി റൂൾസ് ഞാൻ മറക്കാൻ പാടില്ലായിരുന്നു. ഞാനാണ് ആ നിമിഷ രാജിക്കത്തേരി ചുരുട്ടുകുട്ടിയോളെ മോത്ത് വലിച്ചെറിഞ്ഞ് പോരേനും. അല്ല പിന്നെ എങ്ങനെയുണ്ട പെണ്ണുങ്ങള്? എടാ ഈ ജോലി പോയി കഴിഞ്ഞാൽ വേറെ 1000 ജോലി കിട്ടും. പക്ഷെ ആൻഡ്രിയെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടുമോ? കിട്ടൂല. ഈ വാശിക്ക് ഇന്ന് തന്നെ അവളെ കല്യാണം കഴിക്കണം. നാളെ തന്നെ വേറെ ഡിറ്റക്റ്റീവ് കമ്പനി തുടങ്ങണം. മറ്റന്നാൾ എന്നെ അവളെ പൂട്ടിക്കണം. എനിക്കങ്ങോട്ട് വാശി കയറിയിട്ട് പറ്റില്ല. ഞാൻ തിരുത്തണം. തിരുത്തേ പറ്റൂ. ഓഫീസ് നോളാണ് 4 വർത്തമാനം പറഞ്ഞിട്ട് ബാക്കി കാര്യം. എടാ ആൻഡ്രിയ എടുക്കണ്ട. ഹലോ ആൻഡ്രിയ, നാളെ രാവിലെ 10 മണിക്ക് കോഫി ഷോപ്പ് കാണണമെന്ന് അർജുൻ പറയാൻ പറഞ്ഞു. എന്താ കാര്യം? നിങ്ങളെ ജീവിതത്തിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് അർജുൻ എവിടെ? ഓൻ കുളിക്കുക. ആൻഡ്രിയ വിളിച്ചെന്ത് പറയണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ച. അപ്പൊ ഓക്കെ, നാളെ രാവിലെ 10 മണിക്ക് കോഫി ഷോപ്പിൽ. ഓക്കെ. അങ്ങനെ ആ ബന്ധം ഒന്നും കൂടി സ്ട്രോങ് ആയി. നിന്നോട് ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ? എടാ ഈ എത്ര നേരം ജോലി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാതിരാത്രി നിന്നെ തട്ടി വിളിച്ചിട്ട് പറയും എനിക്ക് എന്റെ ആൻഡ്രിയ മതിയെന്ന്. അത് ഞാനും നേരത്തെ പറയുന്നേ ഉള്ളൂ. ആ പപ്പട്ട എന്തായി? ഭാര്യ തിരിച്ചു ചാടിയോ? പിന്നെ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അവള് വന്നു. എന്നിട്ട് നാറ്റിച്ചോ? മെസ്സേജിന്റെ ഭാഷ കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായി ഞാനാണെന്ന്. മാപ്പ് ചോദിക്കാനാ വന്നേ. മാപ്പ് ചോദിക്കാനോ? എന്ത് മാപ്പ്? അവള് ചാടിപ്പോയില്ലേ, അവനൊരു കഞ്ചാവ. എന്നും അവളെ തല്ലും. കോലം കണ്ട സഹിക്കില്ല. ദേഹം മുഴുവൻ കത്തിവെച്ച് വരഞ്ഞ പാടാണ്. കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. സരസു, അവളൊരു പാവ. പപ്പേട്ട, സ്നേഹത്തെക്കുറിച്ച് ആളുകൾ വലിയ വലിയ വാക്കുകൾ പറയും. പക്ഷെ നിങ്ങളത് സിമ്പിളായി കാണിച്ചു തന്നു. എന്നാ ശരി അവിനാഷേ. അങ്ങനെ ഫേസ്ബുക്ക് കൊണ്ടൊരു ഗുണമുണ്ടായി.